നിങ്ങൾ എന്താ ചോദ്യത്തിൽ ആര് പറഞ്ഞു എന്ന് പറഞ്ഞു? ഷാറാവി അല്ല, ബൈഅത്ത് ചെയ്യണമെന്ന് ആര് പറഞ്ഞു എന്നാ പറഞ്ഞത്? ഷാറാവി. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചോദ്യം വന്നത് ഷാറാനി എന്നാണോ ഷാറാവി എന്നാണോ എന്ന് കൃത്യമായില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. രണ്ടും പണ്ഡിതന്മാർ ഇമാം ഷാറാനി. ഷാറാവി ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ് ഇമാം ഷാറാവി. ഷാഫി മദ്ഹബുകാരനാണ്. അപ്പോൾ മാലിക് മദ്ഹബാണ്, ഷാഫി മദ്ഹബാണ്. ഷാഫി മദ്ഹബിൽ ജീവിച്ച ഒരു 5-ാം നൂറ്റാണ്ടുകാരനായ പണ്ഡിതനാണെന്ത് ഇമാം ഷാറാവി. ഇനി 5-ാം നൂറ്റാണ്ട് എന്നല്ല 4-ാം നൂറ്റാണ്ട് തന്നെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഇമാമിൽ ബൈഅത്ത് ചെയ്തിട്ട് ആ ഇമാമിൻ്റെ കൂടെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ത്വരീഖത്തിൽ നിലകൊള്ളുക എന്ന ഒരു വ്യവസ്ഥ ഇസ്ലാമിലില്ല. ഇപ്പോൾ ഒരു ചോദ്യം അവിടെ വന്നിട്ടുണ്ട്, നമ്മൾ ആ ചോദ്യം അവസാനം വെച്ച് പറയാമെന്ന് വിചാരിച്ചാണ്. ഏതെങ്കിലും ഒരു ത്വരീഖത്തിൽ മെമ്പർ ആകണമെന്ന് ഈ ദ്വീപുകാർക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ ഏത് ത്വരീഖത്തിലാണ് ചേരേണ്ടത് എന്നാണ്. നമുക്ക് ചേരാൻ പറ്റിയൊരു ത്വരീഖത്തുണ്ട്, ത്വരീഖത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. അങ്ങനെയാണല്ലോ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാ എൻ്റെ മാർഗം. ഈ മാർഗത്തിന്റെ പ്രത്യേകത എന്താണ്? അത് മുസ്തഖീമാണ്, അതിൽ വളവില്ല, അതിൽ ചെരിവില്ല, അതിൽ വക്രതയില്ല. ഋജുവായ ചൊവ്വായ മുസ്തഖീമായ പാത, അത് സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. ഈ ത്വരീഖത്തുകളും മറ്റുമെല്ലാം കടന്നു വരുന്നത് നമ്മൾ വെറുതെ ത്വരീഖത്ത് വന്നതല്ല, അതിന് പിന്നിൽ കുറച്ച് കഥകളുണ്ട്. ഞാൻ വിശദമായി പറയുന്നില്ല, മുജാഹിദ് ബാലുശ്ശേരിക്ക് സംസാരിക്കേണ്ടതുണ്ട്. ത്വരീഖത്തുകളുടെ അടിസ്ഥാനം സൂഫിസമാണ്. സൂഫിസം പ്രചരിപ്പിക്കാനുള്ള വഴികളാണെന്ത് ത്വരീഖത്ത് എന്ന് പറയുന്നത്. സൂഫിസം ഒരു കാലഘട്ടത്തിൽ തുടക്കത്തിൽ കുറച്ചൊക്കെ നല്ല ആളുകളിലൂടെ കടന്നു വന്നതാണെങ്കിലും അതിലെ പിൽക്കാലത്ത് ചില ആശയങ്ങളും മറ്റുമെല്ലാം ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെയും സൂഫിസത്തിന്റെയും ഒരു മേഖലയിൽ ഒന്നിച്ചൊരു ഘട്ടമുണ്ടായിട്ടുണ്ട്. അതാണ് പിന്നെ ഇസ്ലാമിനെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പുതിയ വിശ്വാസങ്ങളും പുതിയ ആചാരങ്ങളുമായി പല പേരുകളിൽ രംഗത്ത് വന്നത്. ഈ ത്വരീഖത്തുകളിൽ 300-കൾക്ക് ശേഷമാണ് എല്ലാ ത്വരീഖത്തും കടന്നു വരുന്നത്. ഇപ്പൊ ഇവിടെ ജീലാനി ത്വരീഖത്തുണ്ട്, അതേപോലെ റിഫായി ത്വരീഖത്തുണ്ട്, നഖ്ശബന്ദിയ ത്വരീഖത്തുണ്ട്, ഷാദുലിയ ത്വരീഖത്തുണ്ട്, നൂറിയ ത്വരീഖത്തുണ്ട്, പലജാതി ത്വരീഖത്തുകളുണ്ട്. ഈ ത്വരീഖത്തുകളിലൊക്കെ ഉള്ള എന്താണെന്ന് വെച്ചാൽ ഓരോ ഇമാമുമാരും ഓരോ ഷെയ്ഖന്മാർ, ആ ഷെയ്ഖന്മാരുടെ മുരീദുകളായിട്ട് കുറെ ആളുകൾ. എന്നിട്ട് ആ ഇമാമ് ഷെയ്ഖ് എന്തു പറയുന്നു അതേപോലെ പ്രവർത്തിക്കുക, അതിനപ്പുറങ്ങൾ ചിന്തിക്കാൻ പാടില്ല, അതിനപ്പുറം പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ ഇമാമുമാരുടെ ആ ഷെയ്ഖന്മാരുടെ കൂടെ നടക്കുന്ന ടീമായിട്ട് മാറുക. എന്നിട്ടോ ആ ഇമാമ് ആ ഷെയ്ഖ് ഉണ്ടാക്കുന്ന പുതിയ ദിക്റുകള്, പുതിയ ആചാരങ്ങള്, പുതിയ ഇബാദത്തിന്റെ രൂപങ്ങള്, അതിലൊക്കെ ചില ത്വരീഖത്തുകൾ ഡാൻസ് ഉണ്ട്, ആട്ടമുണ്ട്, ദിക്ർ ചൊല്ലി ആടുന്ന ത്വരീഖത്തുകളുണ്ട്. ഇപ്പോ അംതൽ ഹാദി അംതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു റിഫായ റാത്തിബിൽ വരുന്നതാണ്. അതിങ്ങനെ അങ്ങോട്ട് ആടുക, ഇടത്തോട്ടും ആടുക, മുമ്പേക്കും ആടുക, ബാക്കിലോട്ടും ആടുക. അങ്ങനെ ചൊല്ലി എണ്ണം കൂടി കൂടി വരുമ്പോൾ ആട്ടത്തിന്റെ സ്പീഡ് കൂടും. അങ്ങനെ ഒരു സംഗതികളുണ്ട്. അതുപോലെ ഇരുന്ന് ഡാൻസ് ചെയ്യുന്ന ദിക്റുകളുണ്ട്, കുമ്പിട്ടുന്ന് ഡാൻസ് ചെയ്യുന്ന ദിക്റുകളുണ്ട്, നീർന്ന് നിന്ന് നിവർന്ന് നിന്ന് ഡാൻസ് ചെയ്യുന്ന ദിക്റുകളുണ്ട്. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത തനിച്ച പുതിയ വിശ്വാസങ്ങളും കർമ്മ രീതികളും കൊണ്ടുവന്ന സൂഫിസം, ആ സൂഫിസം പ്രചരിപ്പിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ആളുകൾ സ്വീകരിച്ച മാർഗങ്ങൾക്കാണ് എന്ത് പേര് പറഞ്ഞത്? ത്വരീഖത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞത്. എന്നാൽ ആ സൂഫിസം എന്ന് പറഞ്ഞാലും ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അപ്പൊ ഖാദിരിയ ത്വരീഖത്ത്, ആ ഖാദിരിയ ത്വരീഖത്തും മറ്റു പല ത്വരീഖത്തുകളൊക്കെ അടിസ്ഥാനപരമായി പറയുന്നത്, ഇപ്പൊ നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം അനുസരിച്ചുകൊണ്ട് ഇബാദത്ത് ഒരാൾ ചെയ്യുമ്പോൾ ഇബാദത്തിന്റെ ലക്ഷ്യം എന്താ? സ്വർഗം നേടുക എന്നുള്ളതാണ്. സൂഫികളും ത്വരീഖത്തുകാരും പറഞ്ഞത് അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ലക്ഷ്യം വെക്കാൻ പാടില്ല. അങ്ങനെ സ്വർഗത്തിന് വേണ്ടി വല്ലവരും കർമ്മ ചെയ്താൽ ശിർക്ക് ചെയ്തു എന്നാണ്. പിന്നെ എന്തിനാ നമ്മൾ കർമ്മം ചെയ്യുന്നത്? നമ്മൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുക്കണം, അടുത്ത് 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 ഞാനും അള്ളയും ഒന്നാകും. അതിന് ഫനാ പ്രാപിക്കുക എന്ന് പറയും. അല്ലെങ്കിൽ അള്ള നമ്മിലേക്ക് ഇങ്ങോട്ട് ലയിക്കും, അതിന് ഹുലൂലാകുക എന്ന് പറയും. അപ്പൊ ഒന്നുകിൽ ഫന അല്ലെങ്കിൽ ഹുലൂല്. അങ്ങനെ ആയിക്കഴിഞ്ഞ അവസാനം ഞാൻ തന്നെയാണ് അള്ളാന്ന് എനിക്കിങ്ങനെ തോന്നും.
അപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞതിന് പകരം സുബ്ഹാനി എന്ന് പറയും. ചില ത്വരീഖത്ത് നിസ്കരിക്കാറില്ല, ത്വരീഖത്ത് മൂത്ത് അവസാനം നമസ്കരിക്കാറില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ഇനി ഈ ത്വരീഖത്തിന് ഷെയ്ഖിന് പെണ്ണുങ്ങൾ കൈ കൊടുക്കുന്ന ബയ്യത്ത് ചെയ്യുന്ന ഏർപ്പാടുകളുണ്ട്. ആ പെണ്ണ് പോയിട്ട് ഇമാമിന്റെ മുമ്പിൽ ബയ്യത്ത് ചെയ്യും, ഇമാമിന് ഷെയ്ഖിന് കൈ കൊടുക്കുകയും ചെയ്യുന്ന ഏർപ്പാട്. അപ്പൊ ഇതൊന്നും ഇസ്ലാം പറഞ്ഞതല്ല. അങ്ങനെ ഒരു ത്വരീഖത്തിൽ ചേരാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖാദിറിയ ത്വരീഖത്തിന്റെ ആളുകൾ ഖാദിറിയ ത്വരീഖത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ റിഫാഇയ ത്വരീഖത്തിന്റെ ആളുകൾ അതിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടും ആളെ പറ്റിക്കാനുള്ളതാണ്. ഇപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ത്വരീഖത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഖാദിറിയ ത്വരീഖത്ത് വരുന്നത്. അതിൽ പറയുന്നത് കാണാം, നേരത്തെ ചോദ്യത്തിൽ വന്നതുപോലെ മുരീദി തമസ്സക് ബി വകുൻ ബി വാതിഖ ഫഹ്മിക ഫിദ്ദുനിയ വയൗമൽ ഖിയാമത്തി. മുരീദേ എന്നെ മുറുകെ പിടിച്ചോ. മുറുകെ പിടിക്കാറുണ്ട് ഷെയ്ഖിന് ത്വരീഖത്തിൽ ചേരുക. ആ ഷെയ്ഖിന് ത്വരീഖത്തിൽ ചേർന്നാലോ ഫഹ്മിക ഫിദ്ദുനിയ, ഇഹലോകത്തും ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും, പരലോകത്തും ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുന്ന. എന്നാ മാല കിതാബിലും കാണാത് എന്റെ മുരീദുകൾ ഏതും പേടിക്കണ്ട, എന്റെ മുരീദിന് ഞാൻ കാവലം നോവർ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. എന്റെ മുരീദാഞ്ഞ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ നല്ലവനല്ലെങ്കിൽ ഞാൻ നല്ലവനാണ്. അങ്ങനെയുള്ള ഒരു ഇസ്ലാം. ലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖറ, ഒരാളും ഒരാളുടെ പാപഭാരം പരലോകത്തിന് ഏറ്റെടുക്കൂല. അപ്പൊ എന്തെല്ലാം പ്രാമാണികമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം എതിരാണ് സൂഫിസത്തിലൂടെയും ത്വരീഖത്തിലൂടെയൊക്കെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളയും റസൂലും പഠിപ്പിക്കാത്ത ദിക്റുകൾ. ഇപ്പൊ അമ്പങ്കുന്ന് നേർച്ച എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ കാണാം. ബീരാൻ ഔലിയപ്പാപ്പ, ലാ കണ്ണ ഇല്ലല്ല, ലാ മൂക്ക ഇല്ലല്ല, ലാ പല്ല ഇല്ലല്ല, ലാ നാവ ഇല്ലല്ല, ലാ പള്ള ഇല്ലല്ല, ലാ പുത്രൻ ഇല്ലല്ല, ലാ തല വല വാല ഇല്ലല്ല. ഒരു പുതിയ ദിക്റാണത്. അതും ത്വരീഖത്താണ്. പുസ്തകം ഇവിടെ കയ്യിലുണ്ട്. ബീരാൻ ഔലിയപ്പാപ്പ എല്ലാ കൊല്ലം നേർച്ച നടക്കുന്ന സ്ഥലമാണ്. അത് ത്വരീഖത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ റിഫായ റാത്തീബിൽ ഹാ ഹി ഹു ലാ അന ഇല്ല അംത, ലാ അംത ഇല്ലാത്ത അന, നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ, ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ. ഹാ ഹും ഹി ഹം ആഹ് അല്ല അല്ല ഇല്ല ഇല്ല എന്തില്ലാന്ന് ദിക്റാണത്. ത്വരീഖത്തിലെ ദിക്റുകളാണ് സ്വർഗത്തിലേക്കുള്ള മാർഗമായി പഠിപ്പിക്കുക. അപ്പൊ ഓരോ ത്വരീഖത്തിൽ ചെല്ലുമ്പോൾ ഓൾക്ക് സ്പെഷ്യൽ ദിക്റുകളും ഓൾക്ക് സ്പെഷ്യൽ ഇബാദത്തുകളും. അതാണ് നമ്മുടെ നാട്ടിലെ വ്യത്യസ്തങ്ങളായ ത്വരീഖത്തുകൾ ഒക്കെ പിഴവ. അത് അന്ന് റസൂൽ പറഞ്ഞത് ഖുർആന്റെ വചനത്തിലൂടെ വഅന്നഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ. നിങ്ങൾ വ്യത്യസ്ത വഴികൾ പിൽക്കാലത്ത് വരും, ഒന്നിന്റെയും പിന്നാലെ കൂടണ്ട. അങ്ങനെ ആ സുബുലുകൾ വരും എന്ന് പറഞ്ഞപ്പോ ആ സുബുലുണ്ടല്ലോ വ്യത്യസ്ത വഴികൾ, അതിനെ ഇമാം മുജാഹിദ് വിശദീകരിക്കുകയാണ്. അൽ-സുബുലു അൽ മുറാദു ബിഹി അൽ ബിദ്അ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിദ്അത്തിന്റെ മാർഗങ്ങളാണ്. ഇതൊക്കെ ബിദ്അത്തുകളാ. അതുകൊണ്ട് നമ്മുടെ രക്ഷാമാർഗം ഏതാണ്? ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമ തലമുറ എന്റെ തലമുറ, പിന്നെ അടുത്തവർ, പിന്നെ അടുത്തവർ. ആ 300 കൊല്ലം 3 നൂറ്റാണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ എല്ലാ വണ്ടിവലാല മുസീബത്തുകളും വന്നിട്ടുള്ളത്. നമ്മൾക്ക് ആ മുമ്പുള്ളത് മതി. അതാണ് രക്ഷയുടെ മാർഗം. അതാ റസൂലും പറഞ്ഞത് മാക്കാന അലൈഹിൽ യൗമ അന വ സുഹാബി. ഇന്ന് ഞാനും എന്റെ സ്വഹാബത്ത് സ്വീകരിച്ച ത്വരീഖത്ത്, ആ മാർഗം അത് സ്വീകരിക്കുക. ഈ പിൽക്കാലത്തുണ്ടായ ത്വരീഖത്ത് സ്വീകരിക്കാത്തവൻ പഴച്ചവനാണ് എന്ന വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തുൽഹത്തും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ഫിൽ ജന്ന, അബൂ ഉബൈദത്തും ഫിൽ ജന്ന, ഒക്കെ സ്വർഗ്ഗത്തിലാണ്. ഓല് ഏത് ത്വരീഖത്താ കണ്ടത്? പ്രവാചകന് പഠിപ്പിച്ച ത്വരീഖത്തല്ലാതെ. അപ്പൊ അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച മാർഗം നമ്മുടെ മുമ്പിൽ ഖുർആനായിട്ടുണ്ട്, ഹദീസായിട്ടുണ്ട്, സ്വഹാബത്തിന് ജീവിതമുണ്ട്. അത് ജീവിത സരണിയായി സ്വീകരിക്കുക. വിശ്വാസ രംഗത്തും ആദർശ രംഗത്തും കർമ്മരംഗത്തും എല്ലാ മേഖലകളിലും അത് മാത്രമാണ് നമ്മുടെ രക്ഷയുടെ മാർഗം. മറ്റു എല്ലാ വഴികളും പിഴച്ച വഴികളാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല ഹക്കിൽ നിലകൊള്ളാനും ഹക്കായി നിലകൊണ്ടുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.